ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നായിരുന്നുവെന്ന് അന്തരിച്ച നടൻ കൊല്ലം സുധി മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത്. ആദ്യ ഭാര്യയിലുള്ള സുധിയുടെ മകനാണ് കിച്ചു. കിച്ചുവിന് 4 വയസ്സുള്ളപ്പോഴായിരുന്നു രേണു സുധിയെ വിവാഹം കഴിച്ചത്. ഇപ്പോഴിത് സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് രേണു. അവർ ആത്മഹത്യ ചെയ്തുവെന്നും മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും രേണു പറഞ്ഞു. ജാങ്കോ സ്പേസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യ ശാലിനിയുമായി എനിക്ക് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോൾ അവർ മരിച്ചുപോയി. അവർ മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് അവർ എനിക്ക് മെസ്സേജ് ഇട്ടു ഫേസ്ബുക്കിൽ. കൊറോണ സമയത്തായിരുന്നു. ഫേസ്ബുക്കിലൂടെ എന്നോട് പിണക്കമാണോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് മെസ്സേജ് അയച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു. കിച്ചു എന്തേ എന്നൊന്നും ചോദിച്ചേയില്ല. പക്ഷേ കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചു. എനിക്ക് വിഷമമാകും എന്ന് കരുതിയിട്ടാണോ കിച്ചുവിനെക്കുറിച്ച് ചോദിക്കാതിരുന്നതെന്ന് അറിയില്ല. അവർക്ക് ആ സമയത്ത് 4 വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നു. ആ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ സുഖമായി ഇരിക്കുന്നെന്ന് പറഞ്ഞു. എന്നോട് വീഡിയോ കോൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. വീഡിയോ കോൾ വിളിക്കുകയും ചെയ്തു. ആ സമയത്ത് സുധി ചേട്ടൻ എൻ്റെ ഒപ്പമുണ്ട്. കോൾ എടുത്ത് ചേട്ടൻ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടനും എൻ്റെ മൂത്ത മകനും ഒപ്പമുണ്ടെന്ന്. പക്ഷേ ഞാൻ കോൾ എടുത്തു മാസ്ക് വെച്ചിട്ടായിരുന്നു എടുത്തത്. ഹായ് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പിന്നെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. സുധി ചേട്ടനോട് ഞാൻ ഇത് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് വിളിച്ചത്, അതൊക്കെ വിട്ടതല്ലേ എന്ന്. ആ സമയത്ത് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു. അവരോട് പറഞ്ഞിട്ടാണ് ബ്ലോക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് 7-8 ദിവസം കഴിഞ്ഞ് അവർ മരിച്ചെന്നറിഞ്ഞു. ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അവരുടെ ഭർത്താവ് വിളിച്ചിരുന്നു. കിച്ചുവിനെ വിടുമോ എന്ന് അറിയാനായിരുന്നു. പക്ഷേ കിച്ചു പോയില്ല. രേണു പറഞ്ഞു. സുധി ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ അച്ഛാ ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞാണ് കിച്ചു കരഞ്ഞത്. ഇനി റിത്തപ്പനെ ഞാൻ എങ്ങനെ നോക്കും, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാണ് അവൻ കരഞ്ഞോണ്ടിരുന്നത്. വീട് വെക്കുന്ന കാര്യമൊക്കെ അവന് ടെൻഷൻ തന്നെയായിരുന്നു. പുതിയ വീടൊക്കെ ആയപ്പോൾ അവന് സമാധാനമായി. അവൻ്റെ അമ്മയും അനിയനും സുരക്ഷിതരായെന്ന സമാധാനം അവനുണ്ടായി. എനിക്ക് അവനെയും അവന് എന്നെയും വളരെ നന്നായിട്ട് അറിയാം. അതൊരു അനുഗ്രഹമാണ്. ഞാനും അവനും 12 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ.